തൃശൂർ വടക്കുന്നാഥൻ്റെ തിരുമുറ്റത്ത് കർക്കടകം 1 കേരളത്തിലെ ഏറ്റവും വലിയ ഗജരാജ സംഗമമായിരുന്നു. പുലർച്ചെ 1008 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം പ്രത്യക്ഷ ഗണപതിയായ ആനകൾക്ക് ഗജപൂജയും ആനയൂട്ടും നടന്നു. കേരളത്തിലെ തലയെടുപ്പുള്ള 60 ആനകളാണ് കർക്കിടക പുലരിയിൽ തിമിർത്ത് പെയ്ത മഴയിൽ കുളിച്ച് ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ പങ്കെടുത്തത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിന് ശേഷം ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദ വിധിപ്രകാരം വിഭവസമൃദ്ധമായ ആനയൂട്ടാണ് ഒരുക്കിയിരുന്നത്. 12008 നാളികേരത്തിന് പുറമെ കരിമ്പ്, തണ്ണിമത്തൻ, നേന്ത്രപ്പഴം, ചോളം, ആപ്പിൾ, കക്കിരി ഒക്കെയാണ് പ്രധാനമായും നൽകിയത്. ഒപ്പം ആയുർവേദ മരുന്നുകളും നെയ്യും ചേർത്ത ചോറുരുളകളും സുഗമമായ ദഹനത്തിന് ദഹനചൂർണവും ആനകൾക്ക് നൽകി. ഇത്തവണ 7 പിടിയാനകളും 55 കൊമ്പനാനകളുമാണ് വടക്കുന്നാഥൻ്റെ വടക്കേ നടയിൽ അണിനിരന്നത്. എറണാകുളം ശിവകുമാർ, കുട്ടൻകുളങ്ങര അർജുനൻ, ഊക്കൻ കുഞ്ചു, പുതുപ്പള്ളി കേശവനും സാധുവും, പാമ്പാടി സുന്ദരനും പാമ്പാടി രാജനും, പാറമേക്കാവ് കാശിനാഥൻ, പൂത്തൃക്കോവിൽ പാർത്ഥസാരഥി തുടങ്ങിയ കേരളത്തിലെ പ്രശസ്തരായ കരിവീരന്മാർ ഒന്നിച്ച് അണിനിരന്നത് ആനപ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. കേരളത്തിലെ ഏറ്റവും വലിയ ഗജസംഗമമായ വടക്കുന്നാഥനിലെ ആനയൂട്ടിന് ശേഷം ആരാധകർക്ക് പടം പിടിക്കാനായി പോസ് ചെയ്ത ശേഷം ആനകൾ അവരുടെ തട്ടകങ്ങളിലേക്ക് മടങ്ങി. ഇനി പൂരത്തിന് കാണാം.